ഡ്രാക്കുള പ്രഭുവിനു മുൻപിൽ. മെയ് 4-5 തീയതികളിലെ ഡയറിക്കുറിപ്പ് ഇതിനകം പൂർത്തിയാക്കിയിരുന്നു. മെയ് 6 നിശ വണ്ടിക്കാരൻ എന്തോ തിടുക്കം ബാധിച്ച പോലെ അയാൾ ചാടിയിറങ്ങി എനിക്കായി കൈനീട്ടി. ആ കരുത്തുള്ള കൈകളിൽ തൂങ്ങി ഞാനും. എൻ്റെ പെട്ടി സാമാനങ്ങളും താഴെയെത്തി. കൺമുൻപിലെ കൊട്ടാരമുഖത്തേക്ക് ഞാൻ കണ്ണോടിച്ചു. പഴഞ്ചൻ കൊട്ടാര കവാടത്തിൽ ഇരുമ്പാണികളും തുരുമ്പുമായി ഒരു വലിയ വാതിൽ. അത് കരിങ്കൽ ഭിത്തിയിൽ തൂങ്ങി അടഞ്ഞുകിടക്കുന്നു. വണ്ടിക്കാരൻ അവൻ്റെ ജോലി കുഴപ്പം കൂടാതെ തീർത്തുവച്ച മട്ടിൽ തിടുക്കപ്പെട്ട് വണ്ടിയിലേക്ക് കയറി കൈവീശി കടിഞ്ഞാൾ പിടിച്ചു മറഞ്ഞു. ഇനി അറിയില്ല. പുറത്തെങ്ങും അകത്തേക്ക് വിളിക്കത്തക്ക വിധം മണിയൊന്നും കണ്ടില്ല. തുരുമ്പ് പിടിച്ച വാതിലിൽ 1-2 മുട്ടി കാത്തുനിന്നു. അകത്ത് അനക്കമോ കാൽപ്പെരുമാറ്റമോ ഇല്ല. പഴഞ്ചൻ കൊട്ടാരത്തിൻ്റെ അകലെയെങ്ങോ ഉള്ള മൂലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ശബ്ദം കൂട്ടൽ അവിടെയെങ്ങും ചെന്നെത്താനും വഴിയില്ല. കാത്തുനിന്ന് നെഞ്ചിടിപ്പ് കൂടി. ഈശ്വര, ഇവിടെ ഇങ്ങനെ വന്നെത്തിപ്പെടാൻ എന്ത് മുജ്ജന്മ പാപമാണ് ഞാൻ ചെയ്തത്? കണ്ടിടത്തോളം ആളുകളും ശരി, സ്ഥലവും ശരി. ഒരു ലണ്ടൻ എസ്റ്റേറ്റ് വിദേശിക്ക് തരപ്പെടുത്തി കൊടുക്കാൻ ഒരു യുവ വക്കീലിന് ഈ വിധമൊക്കെ വേണ്ടി വരുമെന്നോ? നിനക്കറിയാമോ മീനെ, വക്കീൽ ക്ലാർക്കായി വണ്ടി കയറവേ എൻ്റെ പരീക്ഷാഫലം ലണ്ടനിൽ വെച്ച് എറിഞ്ഞു. ഞാൻ വക്കീലായി. ഞാനൊരു സ്വപ്നത്തിലാണോ? അല്ലെന്നുറപ്പാക്കി. എൻ്റെ വീടിനെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ മുഴുകവേ എൻ്റെ മുന്നിൽ ആ പ്രഭാത ചിന്ത വന്നണഞ്ഞു. ജോലി ചെയ്ത് വൈകി ഉറങ്ങി ഉണരുന്ന ഒരു വെളുപ്പാൻ കാലം. ഇവിടെ എനിക്കിതാ കാർപ്പാത്യൻ മലകൾക്കിടയിൽ നേരം വെളുപ്പിക്കാൻ ഒരു പഴഞ്ചൻ കൊട്ടാരവാതിൽക്കൽ കാത്തു നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ ആ കനത്ത വാതിൽക്കൽ തൂങ്ങി തൂങ്ങി ഒന്നിരുന്നു. ക്ഷമയോടെ കാത്തിരിക്കാം. ഒരു പ്രകമ്പനം. കവാടത്തിന് പിന്നിലാണ്. അത് പദചലനമായി സ്വരം മാറുന്നു. ഒപ്പം ഒരു വിളക്ക് വിട്ടവും. ചങ്ങലകളുടെ പിണയലും ഇളകലും കിലുക്കവും കുലുക്കവും. പാരകൾ ഉരുമ്മിയൂരി ഇളകും പോലെ. പഴകിയ പൂട്ടിൽ വലിയ തുരുമ്പുതാക്കോൽ തിരിയുന്ന സ്വരം. പേടിപ്പെടുത്തുന്ന വലിയ മോങ്ങലോടെ തുരുമ്പിച്ച കൂറ്റൻ വാതിൽപ്പാളി നിരങ്ങി ഒതുങ്ങി മലർന്നു. പൊക്കമുള്ള ഒരു കിഴവൻ. ക്ലീൻ ഷേവ്, നരച്ചു കൂർത്ത മീശ, ആപാദചൂടം പുതച്ചുമൂടി കറുപ്പു വസ്ത്രം. കയ്യിൽ ചില്ലില്ലാത്തൊരു വെള്ളി വിളക്ക്. കരിനിഴൽ വീഴ്ത്തിയ ആ രൂപം അടുത്തെത്തി. വരൂ, എന്നെ ക്ഷണിച്ചു. ആ രൂപം വാതിൽക്കൽ തന്നെ നിന്നു. ഞാൻ ഭയത്തോടെ ചെന്നതും വൃദ്ധൻ കൈനീട്ടി. ഞാൻ കൈ കൊടുക്കവേ ആ തണുത്തുറഞ്ഞ കൈയുടെ കരുത്ത് എൻ്റെ കൈയറിഞ്ഞു. ഒരു ശവം കൈനീട്ടി തന്നതുപോലെ അയാൾ ബലമായി കുലുക്കി. ആ വണ്ടിക്കാരൻ്റെ കൈയും ഇതുപോലെ. അപ്പോഴും ആ മുഖം അവ്യക്തം. ഇതും അയാൾ. ഞാൻ ചോദിച്ചു, ഡ്രാക്കുള പ്രഭു അകത്തുണ്ടോ? ഞാനാണ് ഡ്രാക്കുള. ഹാർക്കർ, താങ്കൾക്ക് എൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം. വരൂ, തണുപ്പ് കൂടുതലാണ്. ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുക. ഞാൻ ബഹുമാനത്തോടെ പ്രഭുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കൈകൂപ്പി. എന്തൊരു കുലീനത! വെള്ളിവിളക്ക് ഒരു വളയത്തിൽ തൂങ്ങി. പിന്നെ ഡ്രാക്കുള പുറത്തിറങ്ങി. എൻ്റെ പെട്ടിയും സാധനങ്ങളും ഞാൻ എത്ര വിലക്കിയിട്ടും വകവയ്ക്കാതെ പൊക്കിയെടുത്ത് പ്രഭു അകത്തേക്ക് വന്നു. സർ, നേരം വൈകി, വേലക്കാരുമില്ല, അയാൾ പറഞ്ഞു. അതിഥിക്ക് സൗകര്യങ്ങൾ ഒരുക്കുക ആതിഥേയൻ്റെ ചുമതലയാണ്. ഞങ്ങൾ നടന്നു. നീണ്ട നടശാല. കോണിപ്പടിയെത്തി കയറി ചെന്നതും വീണ്ടും നടശാല. പലകപ്പുറത്തെ ഞങ്ങൾ 2 പേരുടെ കാലച്ച ഒരേ താളത്തിൽ ഉറക്കയായി. ഒരു വാതിൽക്കലെത്തി തുറന്നതും വെളിച്ചം പരന്നു. അവിടെ തീന്മേശയിൽ അത്താഴ വിഭവങ്ങൾ. ചുവടെ നെരിപ്പോട് പുകയുന്നു. എൻ്റെ പെട്ടിയും സാധനങ്ങളും ഒരിടത്തൊതുക്കി വെച്ച് ചെന്ന് പ്രഭു വാതിലടച്ചു. പിന്നെ എതിരെയുള്ള വാതിൽ ബലമായി തുറന്നു. കുടുസൻ മുറി. വിളക്കരിയുന്നു. ജനലുകൾ ഇല്ലെന്ന് തോന്നി. പിന്നെ തുറന്നത് എൻ്റെ കിടപ്പുമുറി. എന്നെ പ്രഭു ക്ഷണിച്ചു. ഞാൻ ചെല്ലവേ നെരിപ്പോടെരിയുന്നു. പ്രഭു വീണ്ടും ചെന്ന് എൻ്റെ സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു ഒതുക്കി വച്ചു. ഞാൻ നോക്കി. പുറത്ത് വെളിച്ചമെത്തുന്ന മുറി തന്നെ. പ്രഭു വിരൽ ചൂണ്ടി. ദാ അവിടെ കയ്യോ മേലോ കഴുകാനും മറ്റും സൗകര്യങ്ങളുണ്ട്.
ക്ഷീണം മാറട്ടെ. ഭക്ഷണമുറിയിൽ എല്ലാം തയ്യാറാണ്, വന്നാൽ മതി. തണുത്ത വെള്ളം മുഖത്ത് വീണപ്പോഴത്തെ ഒരു സുഖം, ഹാവൂ! കൂടാതെ എനിക്ക് സ്ഥലം വന്നു പറ്റിയല്ലോ എന്ന ആശ്വാസവും, ഒപ്പം പ്രഭുവിൻ്റെ നല്ല പെരുമാറ്റവും. ഇനി പൊരിയുന്ന വിശപ്പ് മാറ്റണം. കാലും മുഖവും കഴുകിയപ്പോൾ ക്ഷീണം പകുതി മാറി. ഞാൻ ഭക്ഷണമുറിയിലെത്തി. ഞാൻ ചെന്നതും പ്രഭു തന്നെ എല്ലാം വിളമ്പി വെച്ച് അദ്ദേഹം നെരിപ്പോടിനരികിൽ കാത്തു നിൽക്കുകയായിരുന്നു. വരൂ, അദ്ദേഹം ആനയിച്ചു. ഒപ്പമിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിലും അത്താഴം ഞാൻ ഒഴിവാക്കുകയാണ് പതിവ്. ഇതാ ഹോക്കിൻസ് തന്നയച്ച കത്ത്. സീല് വെച്ച കത്ത് ഞാൻ ഡ്രാക്കുള പ്രഭുവിന് നീട്ടി. ആ കത്ത് തുറന്ന് വായിച്ച പ്രഭുവിന് പുഞ്ചിരി. പൊട്ടിച്ചെടുത്ത ആ കത്ത് അദ്ദേഹം എനിക്ക് നീട്ടി. വായിക്കൂ. ഞാൻ വായിച്ചു. അതിലെ ഒരു ഭാഗം ഇങ്ങനെ: പ്രഭു ക്ഷമിക്കണം, സുഖമില്ലാത്തതിനാൽ കുറേ ദിവസത്തേക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് പകരമാണ് വരുന്നയാൾ. കഴിവുള്ളവൻ, വിശ്വസ്തൻ, ഉത്സാഹി, അതിലുപരി തികഞ്ഞ സത്യസന്ധൻ, താങ്കളുടെ ആവശ്യങ്ങളോടൊക്കെ സഹകരിക്കുന്ന വ്യക്തി. ഒരു ചില്ലുപാത്രത്തിൻ്റെ മൂടി പ്രഭു തുറന്നതും പൊരിച്ച കോഴി, ഒപ്പം പാൽക്കട്ടിയും. ആ മണം വിശപ്പിന് രുചി പകർന്നതും ഞാൻ രണ്ടും ചേർത്ത് സുഖമായി ഭക്ഷിച്ചു. പിന്നെ ടേക്കയും കുടിച്ചു. ഞാൻ കഴിക്കവേ പ്രഭു തിരക്കി: യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഭയവും ഉല്ലാസവും കൗതുകവും കൂടിക്കുഴഞ്ഞ യാത്രാനുഭവം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ആ ചെന്നായി കച്ചേരിയുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രഭുവിനും ചിരി. അത്താഴം കഴിഞ്ഞ് കയ്യും വായും വൃത്തിയാക്കി ഞാൻ ചെന്നതും പ്രഭു നെരിപ്പോടിനരികെ കസേര നീക്കിയിട്ടു. ഇരിക്കൂ, ദാ വലിക്കൂ. പ്രഭു സിഗരറ്റ് നീട്ടി. താങ്കൾ? ഞാൻ വലിക്കാറില്ല, പ്രഭു പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. ഒരു പുകയെടുത്തുകൊണ്ട് ഞാൻ പ്രഭുവിനെ കൗതുകത്തോടെ നിരീക്ഷിച്ചു. ബലിഷ്ഠമായ ഇത്തിരി കൂനിയ മുഖവും ശരീരവും, മൂക്കിന് നല്ല നീളം, വിശാലമായ ദ്വാരങ്ങൾ, വീതിയുള്ള നെറ്റി, തലമുടി പിൻഭാഗത്ത് സമൃദ്ധം, കനത്തു തടിച്ച പുരികക്കുടികൾ കൂട്ടുപുരികമെന്ന് തോന്നി, കൊഴുപ്പുള്ള മീശ, സംസാരിക്കുമ്പോൾ തെളിയുന്ന പല്ലുകൾ, കൂർത്തുമൂർത്തവ. അവ ചുണ്ടുകളെ മേൽപോട്ടും കീഴ്പോട്ടും ഒതുക്കി വച്ചു. ചുണ്ടുകൾ ചോര ചുണ്ടുകളെന്ന് തോന്നി. ആകെക്കൂടി പ്രായത്തെ കവച്ചു വയ്ക്കുന്ന പ്രസരിപ്പ്. ചെവികൾ മുയൽ ചെവി പോലെ, പരന്നുറച്ച താടി, കുഴിഞ്ഞ കവിളുകൾ. നെരിപ്പോട് വെട്ടത്തിൽ ഞാൻ ആ കൈകൾ കണ്ടിരുന്നു. ഇപ്പോൾ അടുത്തു തന്നെ കാണാം. വെളുത്ത് ചന്തമുള്ള പരുത്ത കൈപ്പത്തിയിൽ വിരലുകൾ അത്ര ചന്തത്തിലല്ല. കൈക്കുള്ളിലേക്കും രോമങ്ങൾ, കൂർത്ത നഖങ്ങൾ, ചന്തമുണ്ട്. അദ്ദേഹം എണീറ്റ് എൻ്റെ ചുമലിൽ കൈവച്ച് ഒന്ന് നിശ്വസിക്കവേ ആ വായുവിന് അസഹ്യമായൊരു ഗന്ധം. ഛർദ്ദിച്ചു പോകുമോ? ഞാൻ അത് ഒഴിവാക്കാൻ പാടുപെട്ടു. അതറിഞ്ഞിട്ടോ എന്തോ അദ്ദേഹം പിറകോട്ട് മാറി ഒന്ന് ചിരിച്ചു. ആ കൂർത്ത പല്ലുകൾ. അദ്ദേഹം നെരിപ്പോടിനരികിലിരുന്നു. നീണ്ട മൗനം. ജനലിനടുത്തേക്ക് പുലർകാലം വന്നെത്തി നോക്കുന്നു. പ്രപഞ്ചം ഉണരും മുമ്പത്തെ ആ നിശ്ചലാവസ്ഥ. താഴെ താഴ്വരയിൽ നിന്ന് ആ നിശബ്ദാവസ്ഥ ഭേദിച്ച് ചെന്നായ് നിരയുടെ പ്രഭാതവേദി പ്രഭുവിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം വച്ചു. നിശാസന്ധതികൾ കച്ചേരി നടത്തുകയാണ്. പ്രഭു പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയമാണ് തോന്നിയത്. നിങ്ങളിനി ക്ഷീണം തീരും വരെ ഉറങ്ങുക, പ്രഭു പറഞ്ഞു. കിടക്ക ഒരുക്കിയിട്ടുണ്ട്. മധ്യാഹ്നം വരെ എനിക്ക് തിരക്കുണ്ട്. നിങ്ങൾക്ക് സുസ്വപ്നങ്ങൾ നേരുന്നു. അദ്ദേഹം അടുത്ത മുറിയിലേക്ക് നീങ്ങവേ വിചിത്രമായ പല ചിന്തകളിലും മനസ്സിനെ പന്താടിച്ച് എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് കടന്നുകൂടി.